ഇപ്പൊ പാട്ടല്ലായിരുന്നെങ്കിൽ, ഇപ്പൊ പാട്ട് പ്രൊഫഷനാക്കി അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അടുത്ത ചെയ്യുന്നുണ്ടാവുക? പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധ്യതയില്ല. ചിലപ്പോ കുറച്ച് കുട്ടികൾക്ക് പാട്ട് ട്യൂഷനൊക്കെ എടുത്ത് അങ്ങനെ മ്യൂസിക് ടീച്ചർ അല്ലെങ്കിൽ പാട്ട് ടീച്ചർ എന്നുള്ള അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വേറെ അങ്ങനെ നല്ലോണം പണിയെടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളല്ല. എനിക്ക് തോന്നുന്നു കലാ പാരമ്പര്യമുള്ള കുടുംബത്തിലാണല്ലോ. അപ്പൊ വല്യച്ഛൻ മുണ്ടൂര് ചെറുകഥാകൃത്താണ്. വല്യച്ഛന്റെ ഒരു ഇതെങ്ങനെയായിരുന്നു ഇതിലോട്ട് വരാൻ വേണ്ടിട്ട്? പറയാതിരിക്കാൻ പറ്റില്ല. വല്യച്ഛന്റെ ഒരുപാട്, കാരണം ഉച്ചാരണം ഇപ്പൊ നമ്മള് സാധാരണ വീട്ടിൽ പറയുമ്പോ നമ്മള് അച്ഛ വല്യച്ഛ അങ്ങനെയൊന്നും പറയുന്നില്ല. അച്ഛ വല്യച്ഛ അങ്ങനെയൊക്കെ. അപ്പൊ എപ്പോഴും എനിക്ക് വല്യച്ഛൻ എപ്പോഴും മെൻഷൻ ചെയ്തിരുന്ന ഒരു കാര്യം വല്യച്ഛ. നമ്മളിപ്പോ വേന്നാണ് പറയാ, ശരിക്കും എഴുതുമ്പോ വല്യച്ഛൻ എന്നാണ് എഴുതുക. അപ്പൊ അത് ഞാൻ എപ്പോഴും നീ എന്ത് ഈ വല്യച്ഛ വല്യച്ഛ വിളിക്കണ വല്യച്ഛ എന്ന് വിളിക്കുക എപ്പോഴും പറയും. വേ ഇല്ലല്ലോ ശരിക്കും, ആ കുനിപ്പില്ല ശരിക്കും. അപ്പൊ പക്ഷെ എന്താ വെച്ചാൽ വല്യച്ഛൻ അങ്ങനെ കുറെ എപ്പോഴും ഞാൻ പറയുമ്പോ വല്യച്ഛൻ തന്നെ പറയാ. പക്ഷെ ഇപ്പൊ നമ്മളല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടി വായിക്കുമ്പോഴോ അല്ലെങ്കിൽ പാട്ട് പാടുമ്പോഴോ ഒക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ അതിന്റെ ഒരു റീസൺ വല്യച്ഛൻ്റെ അന്നത്തെ ട്രെയിനിങ് ആണ്. കവിതകൾ കുറെ വല്യച്ഛൻ ഈ പറയണ പോലെ ഒരു മോളുടെ പോലെയായിരുന്നു. എവിടെ പോയാലും ഇപ്പൊ ഒരു പ്രെയർ കേട്ടാലും അല്ലെങ്കിൽ ഒരു കവിത കേട്ടാലും അല്ലെങ്കിൽ ഒരു ലളിതഗാനം നല്ലത് കേട്ടാലും വല്യച്ഛൻ റെക്കോർഡ് ചെയ്ത് വാങ്ങിയിട്ട് വരും, എന്നിട്ട് എന്നെ പഠിപ്പിക്കും. വല്യച്ഛനാണ് കവിതകളുടെയൊക്കെ കോമ്പറ്റീഷൻ എന്നെ പ്രിപ്പയർ ചെയ്യിച്ചിരുന്നത്.